മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സദൃശ്യ ത്രികോണങ്ങളെ പറ്റിയാണ്. സദൃശ്യ ത്രികോണങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായി നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള തുല്യ ത്രികോണങ്ങളെ പറ്റി നോക്കാം. എപ്പോഴാണ് രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് പറയുന്നത്? അതിനായി രണ്ട് ത്രികോണങ്ങളോട് തന്നിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇവയുടെ 3 കോണുകൾ തുല്യമാണ്, ഇല്ലയോ? അതുപോലെ തന്നെ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ നീളവും തുല്യമാണ്. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ത്രികോണങ്ങളെയും തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാം. വശങ്ങളും കോണുകളും തുല്യമായ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണങ്ങൾ. ഇനി കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞ് എപ്പോഴും വശങ്ങളും തുല്യമാകണമെന്നുണ്ടോ? നോക്കിയാലോ. ഈ രണ്ട് ത്രികോണങ്ങളെ കണ്ടോ? ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയുടെ കോണുകളെല്ലാം തുല്യമാണ്, ഇല്ലയോ? എന്നും പറഞ്ഞ് അവരുടെ വശങ്ങൾ ഒരുപോലാണോ? അല്ല. തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ ഡിഫറൻറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഒരുപോലല്ല. ഒരുപോലായിരുന്നെങ്കിൽ എന്തായേനെ? ഇവ രണ്ടും എന്തു ആയേനെ? തുല്യ ത്രികോണം ആയേനെ. അങ്ങനെയാണെങ്കിൽ ഇവയെ എന്ത് പറയും? ഇത്തരം ത്രികോണങ്ങൾ എന്ത് പറയാമെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായി തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന ഈ വശങ്ങളുണ്ടല്ലോ, ആ വശങ്ങളുടെ നീളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ആ വലിയ ത്രികോണത്തിൻ്റെ പുറത്തായി അതിൻ്റെ മുകളിലത്തെ മൂല ചേർന്നിരിക്കുന്ന മാതിരി ആ ഒന്നിന് പുറത്ത് വലിയ ത്രികോണത്തിൻ്റെ പുറത്ത് ചെറിയ ത്രികോണത്തെ വെച്ചിരിക്കുന്നു. ഇനി നോക്കിയേ, ഇവയുടെ താഴത്തെ വശത്തിൻ്റെ ചെറിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിൻ്റെയും വലിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവയുടെ രണ്ട് വശങ്ങളും മറ്റ് രണ്ട് വശങ്ങളുമായി ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടോ? ആ കോണുകൾ എന്തുവാണ്? തുല്യമാണ്, ഇല്ലയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുവാണ്? പാരലൽ ലൈൻസിൽ രണ്ട് വരകളെ ഒരു തിരശ്ചീന രേഖ കടന്നു പോകുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോണുകൾ തുല്യമാണെങ്കിൽ ആ രണ്ട് വരകളെ നമുക്ക് എന്ത് പറയാം? സമാന്തര വരകൾ എന്ന് പറയാം. എങ്കിൽ നമുക്ക് പറയാം എന്തുവാ? ഈ വലിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശവും ചെറിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശവും എന്തുവാണെന്ന്? സമാന്തരങ്ങളാണെന്ന് പറയാം. ഇനി നമ്മൾ 9ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസിൽ ത്രികോണ ഭാഗങ്ങൾ എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്തുവാണ്? ഒരു ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ത്രികോണമുണ്ട്, ഇല്ലയോ? അതിലെ താഴത്തെ വശത്തിന് സമാന്തരമായാണ് ഈ റെഡ് കളർ ലൈൻ വരച്ചിരിക്കുന്നത്. ഈ റെഡ് കളർ ലൈന് ഈ വശത്തെ പിയും ക്യൂവും ആറും എസുമായി ഭാഗിക്കുന്നു. എങ്കിൽ നമ്മൾ പറയുന്നത് ഈ പി ബൈ ടോട്ടൽ ലെങ്ത് എ എന്ന് പറയുന്നത് ആർ ബൈ ബിയോടും ക്യൂ ബൈ എ എന്ന് പറയുന്നത് എസ് ബൈ ബിയോടും തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടുത്തെ ഈ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളെ ഞാൻ എയും ബിയും സിയുമായി ആയിട്ടും ഈ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളെ പിയും ക്യൂവും ആറുമായി എടുത്തിരിക്കുന്നു. എങ്കിൽ ഇവ രണ്ടും ചേർന്നിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവ രണ്ടും പാരലൽ ആണെന്ന്, ഇല്ലയോ? അപ്പോൾ ഈ താഴത്തെ വശത്തിന് സമാന്തരമായിട്ടുള്ള വരയാണ് ഈ ചെറിയ ത്രികോണത്തിൻ്റെ താഴത്തെ വശം. അപ്പോൾ ഈ താഴത്തെ വശം എന്തു ചെയ്യുന്നു? ഈ രണ്ട് വശങ്ങളെയും ഒരേ ഭാഗങ്ങളായിട്ടാണ് ഭാഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ക്യൂ ബൈ ബിയും ആർ ബൈ സിയും ഈക്വൽ ആണെന്ന്, ഇല്ലയോ? ക്യൂ ബൈ ബി എന്തിനോട് ഈക്വൽ ആണ്? ആർ ബൈ സിയോട്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് അവയുടെ മുകളിലത്തെ മൂലകൾ ചേർത്ത് വെച്ചിട്ടാണ്, ഇല്ലയോ? ഇനി അവയുടെ ഇടത് മൂലകൾ ചേർത്ത് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കാം. ദാണ്ടേ ആ ത്രികോണത്തിൻ്റെ 40 ഡിഗ്രി കോൺ വരുന്ന ആ മൂല ചേർത്ത് ഞാൻ ഇടത് മൂല ചേർത്ത് വെച്ചു. എങ്കിൽ നമുക്ക് നോക്കി എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ ത്രികോണത്തിൻ്റെ ഈ വലതുവശം, വലിയ ത്രികോണത്തിൻ്റെ വലതുവശവും ചെറിയ ത്രികോണത്തിൻ്റെ വശവും മറ്റ് രണ്ട് വശങ്ങളുമായി ഉണ്ടാക്കുന്ന കോണുകൾ കണ്ടോ? 80 ഡിഗ്രി 60 ഡിഗ്രി കോണുകൾ തുല്യമാണ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പം ഈ വശം മറ്റ് രണ്ട് വശങ്ങളെ എന്തുവാ? തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യൂ ബൈ ബിയും പി ബൈ എയും എന്തുവാണെന്ന്? തുല്യമാണെന്ന് പറയാം. മനസ്സിലായോ? പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി ആയിരിക്കും. അതിന് ഞാനൊരു ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് എന്താണ്? ക്യൂ ബൈ ബി എന്തിനോട് ഈക്വൽ ആണ്? ആർ ബൈ സിയോട്. ഇക്വേഷൻ നമ്പർ 2 പറയുന്നത് പി ബൈ എ എന്തിനോട് ഈക്വൽ ആണെന്ന്? ക്യൂ ബൈ ബിയോട് ഈക്വൽ ആണ്. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? പി ബൈ എ ഈക്വൽ ടു ക്യൂ ബൈ ബി ആണ്. ആ ക്യൂ ബൈ ബി എന്തിനോട് ഈക്വൽ ആണ്? ആർ ബൈ സിയോട് ഈക്വൽ ആണ്.
എന്തുവാണ് ഈ പിയും ക്യൂവും ആറും എയും ബിയും സിയും ഒക്കെ എന്തുമായിട്ടാണ് നമ്മൾ എടുത്തത്? നമുക്കറിയാം എന്തുവാ, വലിയ ത്രികോണത്തിൻ്റെ 3 വശങ്ങളായിട്ടാണ് നമ്മൾ എയും ബിയും സിയെ എടുത്തത്. അതുപോലെ പിയും ക്യൂവും ആറും എന്തുവാണ്, ചെറിയ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വലിയ വശങ്ങളുടെ നീളത്തിൻ്റെ അംശബന്ധം എന്തുമായിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ 80 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് വരുന്ന സൈഡ് ഏതാണ്, വലിയ ത്രികോണത്തിൻ്റെ എ ആണ് ഇല്ലയോ. അതും ഇവിടുത്തെ 80 ഡിഗ്രി കറസ്പോണ്ടിങ് വരുന്ന എന്തുവാണ്, പി ആണ്. അപ്പം പി ബൈ എ എന്തിനോട് ഈക്വലാണ്, 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് വരുന്ന ബി ബൈ ക്യൂ ബൈ ബിയോടും അതുപോലെ തന്നെ 40 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് വരുന്ന എന്ത്, ആർ ബൈ സിയോടും ഈക്വലാണ്. തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളുടെ നീളത്തിൻ്റെ അംശബന്ധം തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി വശങ്ങളുടെ അംശബന്ധമെല്ലാം തുല്യമാണെന്ന് കണ്ടു. തുല്യമാണെങ്കിൽ ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ എന്തുവാണെന്ന്, വലിപ്പക്രമത്തിൽ ഒരേ അംശബന്ധത്തിലാണെന്ന് നമുക്ക് പറയാം. ആണെങ്കിൽ ഇവയുടെ വശങ്ങളുടെ അംശബന്ധം തുല്യമാണെന്ന് കണ്ടു. അംശബന്ധം തുല്യമാണെന്ന് വെച്ചാൽ ഇവ ഏതോ ഒരു നമ്പറുമായിട്ടാണല്ലോ, ഇവയ്ക്ക് ഒരു നമ്പർ ഉണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടത്തില്ലയോ. അപ്പോൾ ഈ റേഷ്യോസ് നമുക്ക് എന്തുവാ, എല്ലാത്തിനെയും 1/k ഈക്വൽ ആണെന്ന് എടുക്കുക. എങ്കിൽ ഈ ഓരോ ഫ്രാക്ഷൻസും എന്തിനോട് ഈക്വൽ ആയിരിക്കും, 1/k ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി ബൈ എ എന്തിനോട് ഈക്വൽ ആയിരിക്കും, 1/k. അതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ ഈക്വൽ ടു പി കെ എന്ന് കിട്ടും. അതുപോലെ ക്യൂ ബൈ ബിയും എന്തിനോട് ഈക്വൽ ആണ്, 1/k ഇല്ലയോ. അപ്പം നമുക്ക് എന്ത് കിട്ടും, ബി എന്തുവാണ്, ക്യൂ കെ എന്നും കിട്ടും. ആർ ബൈ സി എന്തിനോട് ഈക്വൽ ആണ്, 1/k ഇല്ലയോ. അപ്പം നമുക്ക് എന്തുവാ, സി എന്ന് കിട്ടും, ആർ കെ എന്ന് കിട്ടും. ഈ എയും ബിയും സിയും പിയും ക്യൂവും ആറും എന്തുവാണ്, എയും ബിയും സിയും വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളായിരുന്നു ഇല്ലയോ. പിയും ക്യൂവും ആറും എന്തുവായിരുന്നു, ചെറിയ ത്രികോണത്തിൻ്റെ. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ കിട്ടാൻ എന്തോ ചെയ്യണം, ചെറിയ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ കൂടെ എന്തു ചെയ്യണം, കെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം ഇല്ലയോ. ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വലിയ ത്രികോണത്തിൻ്റെ വശത്തിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ചെയ്യണം. അതാണ് പറയുന്നത്. അതാണ് കോൺസെപ്റ്റ് പറയുന്നത്. എന്താണ്, ഒരേ കോണുകളുള്ള 2 ത്രികോണങ്ങളുടെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ജോഡികളായി എടുത്താൽ ചെറിയ നീളങ്ങളെല്ലാം വലിയ നീളങ്ങളുടെ ഒരേ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വലിയ നീളങ്ങളെല്ലാം ചെറിയ നീളത്തിൻ്റെ ഏതോ ഒരു എന്താണ് മടങ്ങാണ് എന്ന് പറയാം ഇല്ലയോ. അതാണ് പറയുന്നത്. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണ്. ഇത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടുത്തെ 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലയോ. അവയുടെ നോക്കിയേ കോണുകൾ, ഈ കോണും തുല്യമാണ്, ഈ കോണും ഇതും തുല്യമാണ്, ഇതും തുല്യമാണ്. തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ നോക്കിയേ, ഇതിനെതിരെ വരുന്ന വശമാണ് 4, ഇതിനെതിരെ വരുന്നതാണ് 2, 4ൻ്റെ പകുതിയാണ് 2 ഇല്ലയോ. ഈ വെള്ളക്കെതിരെ വരുന്നതാണ് 6, ഈ വെള്ളക്കോണിനെതിരെ വരുന്നതാണ് 3, 6ൻ്റെ പകുതിയിലേ 3. അപ്പോൾ എന്തുവാണ്, ഇന്നാതെ നോക്കിയേ, മഞ്ഞ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, ഇവിടെ 8, ഇവിടെ എത്രയാണ്, 4. അപ്പോൾ 8ൻ്റെ പകുതിയാണ് 4. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ എല്ലാം 1/2 ആണ് എന്ത്, ചെറിയ ത്രികോണം. അപ്പോൾ അവിടെ മാറിയ തോത് ഏതാണ്, 1/2. ഒരേ ഒരു വശം 1/2 മാറിയാൽ ബാക്കി എല്ലാ വശങ്ങളും അതുപോലെ മാറണം. എങ്കിൽ അത്തരം ത്രികോണം നമുക്ക് എന്ത് പറയാം, തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ തോത് ഒരുപോലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത്തരം ത്രികോണങ്ങളെ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയാം. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്ററും അതിലെ 2 കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ്. കോണുകൾ മാറാതെ വശങ്ങൾ ഇതിൻ്റെ 1.5 മടങ്ങായ ത്രികോണം വരയ്ക്കാം. കോണുകൾ മാറരുത്, വശങ്ങൾ മാറണം. അപ്പോൾ എന്തുവാ, ഇതിന് സദൃശ്യമായ ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണം. പക്ഷെ അവയുടെ ഒരു വശത്തിന് 8 സെൻറ്റിമീറ്ററിന് പകരം 8 സെൻറ്റിമീറ്ററിൻ്റെ 1.5 മടങ്ങുള്ള ഒരു വശമാണ് നമുക്ക് വേണ്ടത്. നോക്കി എങ്ങനെ വരയ്ക്കാം. അവിടെ വശങ്ങൾ മാറുന്ന തോത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണെന്ന്, 1/2. അതിനെ പ്രോപ്പർ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/2 എന്ന് കിട്ടും ഇല്ലയോ. 3/2 എന്ന് കിട്ടി. ദെൻ പുതിയ ത്രികോണത്തിൻ്റെ ഒരു വശം കണ്ടുപിടിക്കണ്ടായോ. പുതിയ ത്രികോണം വരയ്ക്കേണ്ട ത്രികോണത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 8ൻ്റെ എത്ര ആയിരിക്കണം, 3/2 പാർട്ടായിരിക്കണം ഇല്ലയോ. 8 × 3/2. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 8 3 24/2 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്കിതെങ്ങനെ വരയ്ക്കാം. നോക്കിയേ, 12 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. അതിൽ ഈ ബിന്ദുവിൽ കുത്തി വെച്ച് പ്രൊട്രാക്ടർ വെച്ച് നമ്മളൊരു 60 ഡിഗ്രി അളക്കും. അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു 70 ഡിഗ്രി വരയ്ക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവ രണ്ടും കൂടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ 3ാമത്തെ മൂല. ഇങ്ങനെ നമുക്ക് ആ മൂലകൾ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ത്രികോണം വരയ്ക്കാം ഇല്ലയോ.
അപ്പോൾ 12 സെൻറ്റിമീറ്റർ എടുത്തു, 60 ഡിഗ്രി 70 ഡിഗ്രി ആംഗിൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ത്രികോണം വരച്ചു. മനസ്സിലായോ എല്ലാവർക്കും? സദൃശ ത്രികോണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.